അഭിവന്ദ്യനായ ചാൻസലർ ഉൾപ്പെടെയുള്ള വിശിഷ്ട അതിഥികളെ, അധ്യാപകരെ, രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് ഇയറിൻ്റെ തുടക്കമായ ദീക്ഷാരംഭത്തിൽ നിന്ന് ആരംഭം കുറിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതൊരു ദീക്ഷയാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ ഏകാഗ്രതയോടുകൂടി നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു വിഷയത്തെ വളരെ പാഷനേറ്റായി അപ്രോച്ച് ചെയ്ത് അതിൽ ഏറ്റവും നല്ല അറിവ് തേടാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ നിരന്തരമായ അന്വേഷണമാണ്. ഞാൻ കരുതുന്നത് ജീവിതം എന്ന് പറയുന്നത് ഇൻ സെർച്ച് ഓഫ് നോളജാണ്. അറിവ് തേടിയുള്ള നമ്മുടെ നിരന്തരമായ അന്വേഷണമാണ്. ഈ മനോഹരമായ വാക്ക് ദീക്ഷാരംഭം എന്ന് കൊടുത്തതിന് ഒരു അർത്ഥമുണ്ട്. സാധാരണ സന്യാസിമാർ, ഋഷിവര്യന്മാർ പൊരുൾ തേടിയുള്ള അവരുടെ അന്വേഷണത്തിനാണ് അവർ തപസ് ചെയ്യുന്നത്. പൊരുൾ തേടി എന്ന് പറയുന്നത് സത്യം തേടി, അത് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പീക്കിലെത്തി, പിന്നെ ഒന്നും വേണ്ടത്. പക്ഷെ അതിന് പല മാർഗങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഭക്തിമാർഗം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് കർമ്മമാർഗമാണ്. കഠിനാധ്വാനം ചെയ്ത് ജോലി ചെയ്ത് അതിലെത്തുക. മൂന്നാമത്തേതാണ് ജ്ഞാനമാർഗം എന്ന് പറയുന്നത്. അത് അറിവ് തേടിയുള്ള നമ്മുടെ ഈ നിരന്തരമായ അന്വേഷണത്തിലൂടെ നമ്മൾ എത്തിച്ചേരുന്ന ഒരു കാര്യമാണ്. ഇന്ന് ലോകത്ത് നടക്കുന്നത് നോളജ് എക്സ്പ്ലോഷനാണ്. നമ്മളാരും കാണാത്ത അതിവേഗത്തിലാണ് പുതിയ അറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മില്യൺസ് ഓഫ് ഡോളർ സ്പെൻഡ് ചെയ്തുകൊണ്ട് റിസർച്ചുകൾ നടക്കുക. എല്ലാ വിഷയങ്ങളിലും റിസർച്ചുകൾ നടക്കുക. പുതിയ പുതിയ അറിവുകൾ വരിക. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടി പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ പഠിച്ച കാര്യങ്ങൾ ഔട്ട്ഡേറ്റഡ് ആവുക. ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി നോളജ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വേഗത്തിലാണ് ഈ അറിവുകളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യമാണ് എവിടെ ചെന്നാലും ചർച്ച. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ചരിത്രത്തെക്കുറിച്ച് ആർക്കിയോളജിക്കൽ എക്സ്കവേഷനിൽ, ജനറ്റിക് എഞ്ചിനീയറിംഗിൽ തുടങ്ങി ലോകത്തിലെ എല്ലാ വിഷയങ്ങളിലും അത്ഭുതകരമായ മാറ്റമുണ്ടാവുകയാണ്. നമ്മളിപ്പോൾ ഉദാഹരണം പറയാം. നമ്മൾ പറയും നമ്മൾ വെളുത്തവർ, നമ്മൾ ആര്യന്മാർ, ബാക്കി കറുത്തവരെല്ലാം വേറെ. കുറേ പേരങ്ങനെ പറയുമല്ലോ. അതിലൊന്നും ഒരു കാര്യമില്ലെന്നാണ് ഇപ്പോഴത്തെ പുതിയ കണ്ടുപിടുത്തം, ചരിത്രത്തിലെ കണ്ടുപിടുത്തം. എന്താണ്? എല്ലാവരും ഔട്ട് ഓഫ് ആഫ്രിക്കൻസ് ആയിരുന്നു. നമ്മുടെ പൂർവികരായിട്ടുള്ള എല്ലാവരും ജീവിച്ചിരുന്നത് ആഫ്രിക്കയിലാണ്. ആഫ്രിക്കയിൽ നിന്നാണ് അവർ യാത്ര തിരിച്ചത്. ഇന്ത്യയിലേക്ക് ഇപ്പോൾ അവർ വന്ന മാർഗത്തെക്കുറിച്ചുള്ള പുതിയ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അതായത് അവർ ആദ്യം വന്നത് അഫ്ഗാനിസ്ഥാൻ വഴിയാണ് നോർത്ത് ഇന്ത്യയിൽ എത്തിയത്, ആദ്യത്തെ ബാച്ച്. സെക്കൻഡ് ബാച്ച് വന്നത് ഇറാനിലെ മെഡോസിൽ കൂടിയാണ് 10,000 വർഷങ്ങൾക്ക് മുൻപ്. എന്നിട്ട് നോർത്ത് ഇന്ത്യയിൽ നിന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷം അതിലൊരു ബാച്ച് സൗത്ത് ഇന്ത്യയിലേക്ക് വന്നതാണ്. ആരാണത്? നമ്മുടെ പൂർവികന്മാർ. ഔട്ട് ഓഫ് ആഫ്രിക്കൻസ് ആണ്. നമ്മൾ ആര്യന്മാരാണെന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവരെ വിവേചനത്തോടു കൂടി പെരുമാറുന്നതിൽ ഒരു അർത്ഥമില്ല. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? മനുഷ്യന്റെ മൂവ്മെന്റ്സ്. ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് നടത്തും. ഭൂമി കുഴിക്കും. മണ്ണ് കുഴിച്ചു ചെല്ലുമ്പോൾ മണ്ണിന്റെ അടരുകളിൽ വ്യത്യാസം വരുമ്പോൾ തന്നെ കാലഘട്ടത്തിന്റെ വ്യത്യാസം വിലയിരുത്തും. അപ്പോൾ ചിലപ്പോൾ മൃഗങ്ങളുടെ അസ്ഥികൾ, മനുഷ്യന്റെ അസ്ഥികൾ, മനുഷ്യന്റെ തലയോട്ടികളൊക്കെ റിമൈൻസ് ആയിട്ട് കിട്ടും. അത് ജനറ്റിക് പരിശോധന നടത്തിയാൽ എത്രായിരം വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ടെക്നോളജി ജനറ്റിക് എഞ്ചിനീയറിംഗിൽ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം മനുഷ്യന്റെ മൂവ്മെന്റ് ഉണ്ടായത് അഫ്ഗാനിസ്ഥാനിലൂടെ അല്ലെങ്കിൽ ഇറാനിലെ മെഡോസിലൂടെ ഇന്ത്യയിലേക്ക് വന്ന ആ മനുഷ്യരുടെ മൂവ്മെന്റ് ഉണ്ടായത് എങ്ങനെയാണ് എന്ന് ഒരു സ്കള്ള് കിട്ടിയാൽ ആ സ്കള്ളിൽ നിന്ന് ജനറ്റിക് പരിശോധന നടത്തി കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഇന്ന് ലോകത്തുണ്ട്. എല്ലാ സബ്ജക്റ്റും. ചരിത്രത്തിലേക്ക് പോകാം, ഫ്യൂച്ചറിലേക്ക് പോകാം. ഭാവിയിൽ എന്ത് സംഭവിക്കും? ഇപ്പൊ
നിങ്ങൾ ഹരാരെ എന്ന് പറയുന്ന എഴുത്തുകാരനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? യുവാൽ നോവ ഹരാരെ. ഹോമോസേപ്പിയൻസ് എന്ന് പറഞ്ഞ പുസ്തകത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ട്. അത് എഴുതിയ ആളാണ് യുവാൽ നോവ ഹരാരെ. ഹരാരയുടെ ആദ്യത്തെ പുസ്തകമാണ് ഹോമോസേപ്പിയൻസ്. രണ്ടാമത്തെ പുസ്തകം ഹോമോ ഡ്യൂവോസ് ആണ്. ഹോമോ ഡ്യൂവോസ് പറയുന്നത് ഭാവിയെ കുറിച്ചാണ്. ഹോമോസേപ്പിയൻസ് പറയുന്നത് 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ ഹ്യൂമൻ കൈൻഡ്, ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡാണ്. ഇത് ഫ്യൂച്ചറാണ്. ഫ്യൂച്ചർ പറയുന്നത് എന്താ? നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി കൂടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? മനുഷ്യന്റെ ആയുർദൈർഘ്യം കൂടിക്കൊണ്ടിരിക്കുക. ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ളത് ആർക്കാണെന്ന് അറിയാമോ? ജപ്പാനിലെ സ്ത്രീകൾക്കാണ്. അത് നമുക്കൊന്ന് അന്വേഷിക്കണം. ഈ സ്ത്രീകൾക്ക് ഇത് കൂടാൻ കാര്യമില്ല. 87.5 ആണ് ആവറേജ്. അത് കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഹരാരെ പറയുന്നത് ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തമാണ്, സയൻസാണ്, മെഡിക്കൽ സയൻസ് ആണ് ഈ ലൈഫ് എക്സ്പെക്ടൻസി കൂട്ടുന്നത്, ജീവിത സാഹചര്യങ്ങൾ. അപ്പൊ അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ മനുഷ്യന്റെ ആയുസ് 35 to 40 ആയിരുന്നു, അല്ലേ? 30 to 35 ആയിരുന്നു. ഈ നൂറ്റാണ്ടായപ്പോൾ മനുഷ്യന്റെ ആയുസ് എത്രയായി? 75 ആയി. അപ്പൊ നേരെ ഇരട്ടിയായി. അങ്ങനെയാണെങ്കിൽ അടുത്ത നൂറ്റാണ്ടിൽ എത്രയായിരിക്കും എന്നാണ് ഹരാരെ ചോദിക്കുന്നത്. മനുഷ്യന്റെ ആയുസ് വല്ല പിടിയുണ്ടോ? 160-നും 180-നും വയസ്സിനിടയിലായിരിക്കും എന്നാണ് കണക്കാക്കുന്നത്. കാരണം എന്താ? മെഡിക്കൽ സയൻസിന്റെ വളർച്ചയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒരാൾ മരിച്ചു, എന്താ? ഒരു നെഞ്ചുവേദന വന്ന ആൾ പോയെന്ന് പറയും. ഇപ്പം നെഞ്ചുവേദന വന്നാലോ? ഇപ്പം നെഞ്ചുവേദന വന്നാൽ ട്രെഡ്മില്ലിൽ ഓടിക്കും, ECG എടുക്കും, അല്ലേ? പിന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യും, ബൈപ്പാസ് സർജറി ചെയ്യും, എഴുന്നേറ്റ് 4 ദിവസം കഴിയുമ്പോൾ എഴുന്നേറ്റ് ജോലിക്ക് പോകാൻ പറയില്ലേ? അത്രയും അഡ്വാൻസ് ചെയ്തു മെഡിക്കൽ സയൻസ്. ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ് മെഡിക്കൽ സയൻസിൽ വരുന്നതെന്ന് പറയുന്നത്. നമ്മൾ ചെന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കും, എനിക്ക് വയ്യ, തീരെ സുഖമില്ല. അപ്പോൾ ആള് നമ്മളെ സ്കാൻ ചെയ്യും. ഇപ്പോൾ കാറ് വർക്ക്ഷോപ്പിൽ കയറ്റി കാറ് സ്കാൻ ചെയ്യുന്നത് പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മളെ സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്തിട്ട് പറയും ഇതാണ് തൻ്റെ അസുഖം എന്ന് പറഞ്ഞു. തൻ്റെ അസുഖം മനസ്സിലായി, തൻ്റെ അസുഖം ഇതാ. അടുത്തത് പ്രിസ്ക്രിപ്ഷനാണ്, മരുന്ന്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെ ഒരു 10 മെഡിസിൻ എടുക്കും. എന്നിട്ട് പറയും ഇത് വേണ്ട, ഇത് തൻ്റെ ലിവർ അടിച്ചു പോകും, ഇത് തൻ്റെ കിഡ്നി അടിച്ചു പോകും, ദിസ് ഈസ് ദ റൈറ്റ് മെഡിസിൻ, ഇതാണ് തനിക്കുള്ള മരുന്നെന്ന് പറയും. ഇനി വേറൊരു കാര്യം പറയുന്നുണ്ട്. ചെറിയ നമുക്ക് കാണാൻ പോലും ശരിക്കും പറ്റാത്ത തരത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും നാനോ ടെക്നോളജിയും കൂടി മെർജ് ചെയ്ത്, ഇന്റർഡിസിപ്ലിനറിയാണ്, മെർജ് ചെയ്തിട്ട് ഒരു സാധനം ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വിടും. എന്നിട്ട് ഡോക്ടർ നിങ്ങൾ വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെ അതിനെ കൺട്രോൾ ചെയ്യും. അതിങ്ങനെ ഇഞ്ചക്ട് ചെയ്താണ് കയറ്റുന്നത്. അതാണ് നമ്മുടെ വെയിനിലൂടെ പോയി ഹാർട്ട് ബ്ലോക്ക്, ഓക്കെ, ഹാർട്ട് ബ്ലോക്ക് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യും. പിന്നെ ബൈപ്പാസ് സർജറി ഇല്ല, ആൻജിയോപ്ലാസ്റ്റിയും വേണ്ട. ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ ശരീരത്തിൽ മുഴുവൻ പോയി ക്യാൻസറസ് ആയിട്ടുള്ള സെല്ല് മുഴുവൻ റിമൂവ് ചെയ്യും. നമ്മുടെ കീമോതെറാപ്പി വേണ്ട, റേഡിയേഷൻ വേണ്ട, ഒന്നും വേണ്ട, ക്യാൻസറിൻ്റെ അസുഖം മാറി. ഈ തരത്തിലാണ് ഇത് പറയുന്നത്. പിന്നെ രസകരമായൊരു കാര്യം പറയുന്നുണ്ട്. ഒരു ഹാർട്ട് പോയി, വേറെ ആളുടെ ഹാർട്ടൊന്നും വേണ്ട, ആർട്ടിഫിഷ്യൽ ഹാർട്ട്. കിഡ്നി പോയി, ആർട്ടിഫിഷ്യൽ കിഡ്നി. ആർട്ടിഫിഷ്യൽ ലിവറിൻ്റെയൊക്കെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു 150 വയസ്സാകുമ്പോൾ ജനിച്ചപ്പോൾ ഉള്ള ഒന്നും ബോഡിയിലുണ്ടാവില്ല, എല്ലാം ആർട്ടിഫിഷ്യലായിരിക്കും. പക്ഷേ മനുഷ്യൻ മരിക്കുന്നില്ല എന്ന് പറയുന്നില്ല, രോഗം കൊണ്ട് മരിക്കില്ല എന്നേ പറയുള്ളൂ. കയ്യിലിരിപ്പ് കൊണ്ട് അപ്പോഴും മരിക്കും. യുദ്ധം ചെയ്ത് മരിക്കാം, പരസ്പരം കുത്തിക്കൊന്നും മരിക്കാം, അല്ലേ? പരസ്പരം ആക്രമിച്ചു മരിക്കാം. ഇത് ഒരൊറ്റ സബ്ജക്റ്റാണ് ഞാൻ പറഞ്ഞത്, ഒറ്റ സബ്ജക്റ്റ്, മെഡിക്കൽ സയൻസ്. അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റാണ്. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും ആ സബ്ജക്റ്റ് ഉണ്ടാക്കുന്ന നോളജ്, ആ നോളജ് ഉണ്ടാക്കാൻ പോകുന്ന ഭയങ്കര റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് നമ്മുടെ സൊസൈറ്റിയിൽ. അപ്പോൾ ഇപ്പോൾ എന്താ, ഇന്നവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവരും ആലോചിക്കുന്നത്, പുതിയ പുതിയ കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് തന്നെ പറയുന്നത്, അതിലെ ഏറ്റവും എക്സ്പേർട്ടായിട്ടുള്ള എഴുതിയ ഒരാൾ എഴുതിയ ബുക്കാണ് സിംഗുലാരിറ്റി ഈസ് നിയറർ. അത് റേ കേഴ്സ്വെല്ലിൻ്റെ പുസ്തകമാണ്, സിംഗുലാരിറ്റി ഈസ് നിയറർ.
അദ്ദേഹം പറയുന്ന കേട്ടാൽ നമ്മൾ ഷോക്കായി പോകും. ഈ ഡെക്കേഡ് അവസാനിക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ ഒപ്പം എത്തും. പിന്നെ ഒരു 4-5 വർഷം കഴിയുമ്പോൾ ഈ പോക്ക് പോയാൽ അവൻ ഹ്യൂമൻ ഇൻ്റലിജൻസിനെ ബൈപ്പാസ് ചെയ്യും, സൂപ്പർ ഇൻ്റലിജൻ്റ് ആവും. ആരാ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നിങ്ങൾ ആലോചിച്ചോളണം, ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് ഫസ്റ്റ് ടൈം എ ക്രിയേഷൻ ഓഫ് ഹ്യൂമൻ കൈൻഡ് ഈസ് ബൈപ്പാസിംഗ് the intelligence, the human intelligence, and he is becoming the super intelligent. വലിയ അത്ഭുതമാണ്. അതിനെക്കുറിച്ച് ഈ ഹരാരയുടെ പുതിയ പുസ്തകമുണ്ട്, നെക്സസ് എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷം ഇറങ്ങിയതാണ്. അതിൽ നല്ല രസകരമായിട്ട് പ്ലേസ് ചെയ്യുന്നുണ്ട്. മനുഷ്യന്റെ ക്രിയേഷനെ കുറിച്ചാണ്. മനുഷ്യൻ എന്തെല്ലാം ഉണ്ടാക്കി? വലിയ കടാര ഉണ്ടാക്കി, അല്ലേ? എത്ര പേരെ കുത്തിക്കൊല്ലാം കടാര വെച്ച്. പക്ഷെ കടാര നീ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാലോ പാവല്ലേ? തന്നെത്താൻ എഴുന്നേറ്റ് നിങ്ങളെ ആരെയും കുത്തോ? ഇല്ല. ഒരു ഫുൾ ഓർഡർ റിവോൾവർ എത്ര പേരെ വെടിവെച്ചു കൊല്ലാം. പക്ഷെ ഈ ടേബിളിൽ ഇരുന്നാൽ ഒറ്റയ്ക്ക് പോയി നിങ്ങളാരെയും വെടിവെച്ചുവല്ലോ. അതിനേക്കാൾ കുഴപ്പമാണ് ബോംബ്. ബോംബ് ഒറ്റയ്ക്കൊരു പ്ലെയിനിൽ കയറി ഉക്രൈനിലും പാലസ്തീനിലും പോയി ബോംബിടുമോ? നോ. അവിടെയെല്ലാം ഹ്യൂമൻ ഇന്റർവെൻഷൻ വേണം. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് അത് വേണ്ട. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ he can act himself. അതാണ് ആ കാലത്തേക്കാണ് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുന്നത്. അതേക്കുറിച്ചാണ് നിങ്ങൾക്ക് ഓർമ്മ വേണ്ടത്. ആ ഒരു പുതിയ കാലത്തേക്ക്. ഇപ്പൊ തന്നെ പറഞ്ഞു, ഒരു തൊഴിൽ പെട്ടെന്ന് ഇല്ലാതാവുകയാണ്, ഒരു ജോബ് ഇല്ലാതാവുകയാണ്. നേച്ചർ ഓഫ് ജോബ്സ് ഹാവ് ബീൻ ചേഞ്ചിങ് വെരി ഫാസ്റ്റ്. അല്ല, വൺ ഫൈൻ മോർണിംഗ് എ ജോബ് ഈസ് ക്ലോസ്ഡ്. ഇല്ല, ഇപ്പൊ കണ്ടില്ലേ, ഇവിടെ ഒരു കമ്പനിയിൽ വിളിച്ചു പറഞ്ഞു, അവർ ചെന്നപ്പോഴാണ് പറഞ്ഞത്, ഓക്കെ നിങ്ങളെല്ലാവരും പോവാം, തിരിച്ചു പോവാം, കമ്പനിയിൽ നിന്ന് പോവാം. കാരണം എന്താ? കമ്പനി ഈസ് ബിക്കമിങ് AI കൺട്രോൾ. നിങ്ങളുടെ ആവശ്യമില്ല. 800 പേരെയാണ് ഈ കാക്കനാട് ഒരു കമ്പനിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിരിച്ചു വിട്ടത്. പറഞ്ഞു വിടുക. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സ്ഥലത്ത് ഒരു ജോലി സാധ്യത അടയുമ്പോൾ വേറൊരു സ്ഥലത്ത് ജോലി സാധ്യത തുറക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ആദ്യം ചെയ്തത് ഗ്ലോബൽ ജോബ് വാച്ച് ടവർ ഉണ്ടാക്കി. ഞങ്ങൾ സെക്ടറായിട്ട് തിരിച്ചിട്ട് രാജ്യത്തിനകത്തും പുറത്തുമുള്ള എക്സ്പേർട്സിനെ വയ്ക്കാൻ പോവാം. ഓരോ സെക്ടറിലും they are observing what is happening in the job world. According to that, we will restructure our curriculum. അതാണ് നമ്മുടെ പ്ലാൻ. അതനുസരിച്ചിട്ട് പുതിയ അക്കാഡമിക് പ്രോഗ്രാമുകൾ ഉണ്ടാകണം. എനിക്ക് ജെയിൻ യൂണിവേഴ്സിറ്റിയോട് പറയാനുള്ളത്, കേരളത്തിൽ ജെയിൻ യൂണിവേഴ്സിറ്റി അതിന് ലീഡ് ചെയ്യണം. പുതിയ അക്കാഡമിക് പ്രോഗ്രാമുകൾ, ലോകത്തെ മാറ്റത്തിനനുസരിച്ചുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള അക്കാഡമിക് പ്രോഗ്രാമുകൾ ഉണ്ടാകണം. ഒരു കുട്ടിയും പുറത്തേക്ക് പോവില്ല. ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ കേരളത്തിന് പുറത്തു നിന്ന്, രാജ്യത്തിന് പുറത്തു നിന്ന് കുട്ടികൾ വന്നിട്ടില്ലേ? അതുപോലെ കേരളത്തെ നമുക്കൊരു എഡ്യൂക്കേഷൻ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി മാറ്റണം. നമ്മുടെ കുട്ടികൾ അവിടെ പഠിക്കണം, പുറത്തു നിന്നുള്ള കുട്ടികൾ പഠിക്കണം. നല്ല ക്ലൈമറ്റാണ്, ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വളരെ ഓക്കെയാണ്. പേരൻസിന് കുട്ടികളെ പഠിക്കാൻ അയക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലം കേരളമാണ്. നമ്മൾ അതുകൊണ്ടാണ് നോളജ് വാലി തുടങ്ങിയാണ്, ലെഗസി യൂണിവേഴ്സിറ്റീസ് വരികയാണ് കേരളത്തിൽ. അക്കാഡമിക് പ്രോഗ്രാമുകൾ പുതിയതുണ്ടാവും. നിങ്ങളാണ് ഈ നാടിൻ്റെ ഏറ്റവും കൺസ്ട്രക്റ്റീവായിട്ടുള്ള പാർട്ട്. ഡെമോഗ്രാഫിക് ഡിവിഡൻഡാണ് യങ്സ്റ്റേഴ്സ്. എന്നെ വറി ചെയ്യുന്നത്, ഞങ്ങളുടെ ഗവൺമെന്റിനെ വറി ചെയ്യുന്നത്, ആ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഈസ് ബിക്കമിങ് വെരി തിൻ. ഡെമോഗ്രാഫിക് ചേഞ്ചസ് ആണ് കേരളത്തിൽ. കൂടുതൽ പ്രായമായവരുടെ നമ്പർ ഇൻക്രീസ് ചെയ്യുകയും ഇത് ചെറുതാകുകയും ചെയ്യാം. അപ്പോൾ പോപ്പുലേഷൻ കൊണ്ടും സെക്കൻഡ് ബ്രെയിൻ ഡ്രെയിൻ കൊണ്ടുമാണ് ഇത് തിന്നാവുന്നത്. അപ്പോൾ ബ്രെയിൻ ഡ്രെയിൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. നിങ്ങൾ ഇവിടെ പഠിക്കണം. നിങ്ങൾ ഈ നാട്ടിൽ പഠിച്ച്, നിങ്ങൾ ആ കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ ഇൻഡസ്ട്രിയുമായി കൊളാബറേഷൻ ഉണ്ടാവും, കോർപ്പറേറ്റുകളുമായി ഉണ്ടാവും. കുട്ടികൾക്ക് പഠിക്കണം. കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം, കുട്ടികൾക്ക് ജോലി കിട്ടാനുള്ള സൗകര്യം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കണം എന്നതാണ് നമ്മുടെ സ്വപ്നം. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോടൊപ്പം ഉണ്ടാകണം. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വപ്നം മാത്രമല്ല, ഞങ്ങളുടെ കൂടി സ്വപ്നമാണ് നിങ്ങൾ. ഈ നാടിൻ്റെ സ്വപ്നം കൂടിയാണ് നിങ്ങൾ. നിങ്ങൾ ഉണ്ടാകണം ഈ നാടിന്, ഈ കേരളത്തിന് മാറ്റമുണ്ടാക്കാൻ.
കേരളം മുന്നോട്ട് കുതിക്കുമ്പോൾ നിങ്ങൾ അതിൽ പങ്കാളികളാകണം. അതിനു വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾക്കാണ് നമ്മളിവിടെ തുടക്കം കുറിക്കുന്നത്. പിന്നെ കേരളത്തിലൊരു സ്വഭാവമുണ്ട്, എന്ത് മാറാൻ പോയാലും അപ്പോൾ വെറുതെ കുഴപ്പമുണ്ടാക്കും, വെറുതെ ബഹളം ഉണ്ടാക്കും, അൺനെസസറി ആയിട്ടുള്ള ഡിബേറ്റുകൾ ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവട്ടെ. നമുക്കൊരു ലക്ഷ്യമുണ്ട് എങ്കിൽ, അത് ശരിയായ ലക്ഷ്യമാണ് എങ്കിൽ, ആ ലക്ഷ്യത്തെക്കുറിച്ചും അതിൻ്റെ മാർഗത്തെക്കുറിച്ചും നമ്മൾ പൂർണ്ണമായി കൺവിൻസ്ഡ് ആണെങ്കിൽ, ഞാൻ പറഞ്ഞു, വി ആർ ലീസ്റ്റ് ബോതേർഡ് അബൌട്ട് ദി ഓപ്പോസിഷൻ. എന്നുവെച്ചാൽ പ്രതിപക്ഷത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, അതിനെതിരായിട്ട് നടത്തുന്ന എന്ത് ക്യാമ്പയിൻ, ഏത് നല്ല കാര്യത്തിനെതിരായി ആര് ക്യാമ്പയിൻ നടത്തിയാലും അത് മൈൻഡ് ചെയ്യില്ല, അതുമായി മുമ്പോട്ട് പോകും. ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അത് കറക്റ്റ് ചെയ്യും, ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ. കാരണം വിമർശനങ്ങൾ ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അത് കറക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ പോകും. ഇല്ലെങ്കിൽ നമ്മുടെ കേരളം ഉണ്ടാവില്ല. നമ്മുടെ കേരളം ഉണ്ടാകണം. നമ്മുടെ വരാനിരിക്കുന്ന തലമുറകൾ വളരെ സന്തോഷത്തോടു കൂടി നന്നായി പഠിച്ച് മിടുമിടുക്കന്മാരും മിടുമിടുക്കികളുമായി ഒരുപാട് ഉയരങ്ങളിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുപോകാനുള്ള ബാധ്യത ഈ ഗവൺമെന്റിനുണ്ട്. ആ ഗവൺമെന്റ് ഉത്തരവാദിത്വം നിറവേറ്റും എന്ന വാക്ക് മാത്രം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.